ഹലോ ചങ്ങായിമാരെ, എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? അങ്ങനെ വെറുതെ പോയിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെട്രോയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. ജെസ്സിൽ ബുർജ് ഖലീഫ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദുബായ് മാൾക്കുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ദുബായ് മാളിൽ എത്തിയിട്ട് രണ്ടുപേരും അപ്പോഴാണ് ഇവിടുത്തെയും നമ്മുടെ നാട്ടിലത്തെയും തമ്മിലുള്ള ഒരു മാറ്റങ്ങൾ മനസ്സിലാവുന്നത്. വൃത്തിൻ്റെ കാര്യമായാലും ഡെവലപ്മെൻ്റ് ആയാലും എല്ലാം കൊണ്ടും ഇവിടെ ഒരു സ്വർഗ്ഗമാണ് കേട്ടോ. നല്ല സാലറി ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് UAE. ദുബായ് മാളിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് നിന്നിട്ട് അവിടെ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ പോയി ഏകദേശം ഈ ഒരു സംഭവം ഒരു 1.5 മുതലാണ് ബുർജ് ഖലീഫ. അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് എത്തിയിട്ട് ചെറിയതായിട്ടുള്ള അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു വാട്ടർ ഡാൻസിങ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ജനം കേട്ടോ. ഒന്നാമത് ന്യൂ ഇയറിൻ്റെ തിരക്കും പിന്നെ അതേപോലെ ഒന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ പോണ വഴിക്ക്. പിന്നെ അത് ബുർജ് ഖലീഫിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഏകദേശം ന്യൂ ഇയറിൻ്റെ ഓരോ പരിപാടികളൊക്കെ കാണുന്നത്. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യമാണ് കേട്ടോ UAE. ഒരുപാട് ആളുകൾ നൈറ്റിൽ ഇറങ്ങുന്നതും അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും കംഫർട്ടായിട്ട് ആളുകൾക്ക് വരാവുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം എന്താ രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ. എൻ്റെ അടുത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. രാത്രിയാണ് UAEൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.